ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ഉണ്ടോ, ഞായറാഴ്ചത്തെ നമ്മളൊരു ഇറച്ചിക്കറി വെക്കണതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളത് ഈ കടയിൽ പോയിട്ട്, നമ്മുടെ അടുത്തുള്ള കടയാണ് സെയിൽസ്ബറി, അവിടെ ഇപ്പോൾ വില കൂട്ടിയിട്ടോ 6 പൗണ്ടാക്കി ബീഫിന്, 6.5 പൗണ്ടാക്കി 5 പൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ അവർ 6 പൗണ്ടാക്കി കൂട്ടി. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പഴയൊരു കാര്യം ഓർത്തത്. അപ്പോൾ നമ്മൾ വീട്ടിലാരും ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും വേളാങ്കണ്ണിക്ക് പോകുന്ന സമയമുണ്ടോ, അപ്പോൾ ഞാൻ ഫുഡൊന്നുമില്ല, അപ്പോൾ അവരെല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഫുഡൊക്കെ വെച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയമുണ്ടോ, ഒരു 3-4-5 വർഷം മുമ്പത്തെ കാര്യമാണത്. ഞാൻ വീട്ടിലിരിക്കുകയാണ്, അവരെല്ലാവരും പോയി. അപ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാലേ അവർ വരുള്ളൂ, വേളാങ്കണ്ണി പോയിട്ട് തിരിച്ചു വരണം. അപ്പോൾ ഞാൻ 3 ദിവസം ഫുഡ് കഴിക്കണമല്ലോ, അപ്പോൾ ഞാൻ തന്നെ വയ്ക്കാം, അരിയും ചോറൊക്കെ ഞാൻ തന്നെ വയ്ക്കാം എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ നിന്ന് രാവിലെ അരി ഇടണം, എന്നിട്ട് അരി ഊറ്റണം, കറി വെക്കണം, അതിൻ്റെ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കാണ്ടോ. അപ്പോൾ തന്നെ അങ്ങനെ വിചാരിച്ചാൽ നിൽക്കണേ, അങ്ങനെ തന്നെ ചോറൊക്കെ ഉണ്ടാക്കി പഠിക്കാമല്ലോ എന്നുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്. പക്ഷേ അപ്പോൾ തന്നെ ആൻറ്റി വിളിച്ചു തന്നെ, അപ്പുറത്ത് തന്നെ ആൻറ്റിയുടെ വീട്. ആൻറ്റി വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വാ, നീ ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഫുഡ് തന്നു. അങ്ങനെ 3 ദിവസവും അവിടെ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചു. അങ്ങനെ എൻ്റെ ആദ്യത്തെ പരിശ്രമം അവിടെ ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ ഫുഡ് വെച്ചത് ഇവിടെ വന്നേ പിന്നെ ഫുഡ് വെപ്പ് തന്നെയായിരുന്നു. ഫുഡ് വെപ്പ് ചോറ് കറി അരി കറി അങ്ങനെ ഓരോന്നോരോന്ന് വെച്ചു. ഇപ്പോൾ ഈ ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടേതായ രീതിയിൽ ഒരു തട്ടിക്കൂട്ടി ഇറച്ചിക്കറിയാണ് ഞാൻ ഈ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് ഇറച്ചിക്കറിയാണ്, എന്നാലും കുഴപ്പമില്ല, കഴിക്കാവുന്നുള്ളൊരു സെറ്റപ്പാണ് ഞാനും ചെയ്യണം. അങ്ങനെ ഇറച്ചിക്കറി സെറ്റ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഈ കാണുന്നത് നിങ്ങൾ. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ ചോറും കറിയും വെക്കണ ആ ഒരു വീഡിയോ. ഫ്ലോപ്പായി പോയത്, ഫ്ലോപ്പല്ല, ചെയ്യാൻ പറ്റിയില്ല. അതായതുകൊണ്ട് തന്നെയാണ് ആൻറ്റി ഫുൾ ടൈം അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ 3 നേരം ചോറ് തന്നുകൊണ്ട് എനിക്ക് വീട്ടിൽ വേറെ ഒന്നും വെക്കേണ്ടതായിട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ കാര്യം അവിടെ ഉപേക്ഷിച്ചു. പിന്നെ ചോറും കറിയും വെച്ച് തുടങ്ങിയത് ഇവിടെ വന്നേ പിന്നെ എല്ലാം പഠിച്ചു കേട്ടോ. ചോറ് വെക്കാൻ, കറി വെക്കാൻ എല്ലാം നമ്മളെ പഠിപ്പിക്കുമല്ലോ. അതാണല്ലോ ഇവിടുത്തെ ലോകം. പുറത്തേക്ക് നാട്ടിൽ നിന്ന് വിട്ടു നിന്നാളുള്ള ജീവിതം അങ്ങനെയാണ്. അങ്ങനെ എൻ്റെ ഇറച്ചിക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇറച്ചിക്കറി റെഡിയായി, അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, എനിക്ക് കഴിക്കാവുന്നുള്ള സെറ്റപ്പാക്കി. കൂടെ ഞാൻ 2 പറാത്തയ്ക്ക് ഇവിടെ 3.5 പൗണ്ടാണ് കേട്ടോ, ഒരു 5-6 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് കിട്ടും. അതും നമ്മുടെ ഇറച്ചിക്കറി കൂടി സെറ്റ് ചെയ്തിട്ട് ഇന്ന് നമ്മുടെ ഫുഡ് റെഡിയാണ്. അപ്പോൾ ഒരു നേരത്തേക്കുള്ള ഫുഡ് റെഡിയായി. ഇനി ഉച്ച കഴിഞ്ഞ് നമുക്ക് ചോറ് വെക്കണം. അപ്പോൾ ആ കാലത്തേക്കുള്ള ഫുഡാണ് കേട്ടോ. കാലത്ത് തന്നെ നമ്മുടെ ഇറച്ചിക്കറിയും റെഡിയായി, അതുപോലെ തന്നെ പറാത്തയും കൂട്ടി ഒരു പിടി പിടിച്ചു.